ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. പണിയിട്ടേ ഉള്ളൂ. ഞാൻ ബ്രഷ് ചെയ്യാൻ പോകണം. അവരുടെ ബ്രഷ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി എടുത്തു. ഞാൻ റെഡിയായി. പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ച കാണിച്ചു തരാം നിങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യുന്ന കൊടൈക്കനാൽ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് വെക്കേറ്റ് ചെയ്ത് കുറച്ച് സ്ഥലം കാണാൻ പോകും. നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ്റിയ എല്ലാ സ്ഥലവും കവർ ചെയ്യണമെന്നാണ് ആഗ്രഹം. സൗണ്ടൊക്കെ പോയി തുടങ്ങി. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. പോയി ഞങ്ങൾ റൂമിന് പുറത്തിറങ്ങി. എൻ്റെ സൗണ്ടെല്ലാം മാറി. കാറ്റുണ്ടോ? പിന്നെ ഇനി നമ്മൾ കൊടൈക്കനാലൊക്കെ ഇറങ്ങി കാണാൻ പോവുകയാണ്. കൈയും കാലും ഒന്നും, കാല് കുഴപ്പമില്ല, സോക്സ് ഇട്ട്. കൈയൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പം ഈ തണുപ്പ് ഇങ്ങനെ അല്ല, അടിപൊളി ക്ലൈമറ്റ്. എന്ന് വെച്ചാൽ റോഡൊന്നും കണ്ടുകൂടാ. ഈ ക്യാമറയില് പിന്നെയും ക്ലിയർ ആണ്. പക്ഷെ ഇതിലുണ്ടല്ലോ, 2 വീലറിലൊക്കെ വരണം. തണുക്ക് പക്ഷെ വൈബായി. എനിക്ക് തണുപ്പാണെങ്കിലും പൊന്മുടിയിലൊക്കെ 2 വീലറിൽ പോകണം. നമ്മളപ്പോ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. നമ്മള് സത്യം പറഞ്ഞാൽ ഇത്രയും നാളത്തേക്കല്ല. ഇതിപ്പോ നമ്മള് ഇന്നലെ ചെക്ക് ചെയ്യാൻ, ഇന്ന് ചെക്കൗട്ടായി. നാളെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ ഇനിയും കുറെ സ്ഥലങ്ങൾ കവർ ചെയ്ത് വരാൻ നടക്കൂല. അപ്പൊ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നമ്മൾ ഗുണ കേവ് പോകും. അതുപോലെ തന്നെ ഇതിന്റെ അടുത്തുള്ള എല്ലാ പ്ലേസസും കവർ ചെയ്യാൻ നോക്കണം. നാളെ ആണെങ്കിൽ പറ്റൂല. നമ്മൾ വിചാരിച്ച് 2 ദിവസം ഇവിടെ റിസോർട്ടിൽ നിന്നിട്ട് നാളെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. കവർ ചെയ്യാൻ പറ്റില്ല വണ്ടി. അപ്പോൾ ഇനി പോകുന്ന സ്ഥലങ്ങളെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. നമ്മൾ കുടയിലേക്ക് പോകണമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ വലിയ രസമില്ല. പിന്നെ വെയിലും തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഫെറി വാട്ടർഫോൾ അവിടെയൊക്കെയാണ് അല്ലേ. ഇവിടെ തണുപ്പുണ്ട്, വെയിലുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഒരു കുരങ്ങ് ഒരു പെണ്ണിൻ്റെ ബാഗിനെടുത്തുകൊണ്ട് മുകളിൽ പോയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ബാഗിൽ പുളിപ്പോ സൂപ്പർ. ഇവിടെ 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു 10 ആയെങ്കിൽ കൊള്ളാം. ഇവിടെ നല്ല കോടയുണ്ട്, മഞ്ഞും പെയ്യുന്നുണ്ട്. അത് വണ്ടി വന്നാൽ കൂടി അറിയില്ല. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയോ ആണ്. കോട കണ്ടിറങ്ങി.
ഫോണിൽ റേഞ്ച് ഒന്നും ഇല്ല. ഈ സമയം വരണം കൊടൈക്കനാൽ വരണം. നവംബർ ഇത് ബെസ്റ്റ് സമയം. ജനുവരി. ഇവിടെ അടുത്തേക്കിനെ ഒന്നും അധികം കാണാൻ പറ്റൂല. തൊട്ടടുത്ത് ഒരു 10 മീറ്റർ മാറി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുത്ത മാസം വരാം, ഫെബ്രുവരി 26. ഞാൻ കല്യാണം കഴിച്ചത് ഫെബ്രുവരി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സീസൺ ടൈമാണ്. കോട, മഞ്ഞ്, കാശ്മീരൊക്കെ പോകാൻ പറ്റിയ സീസൺ. ഓക്കെ, കണ്ടില്ലേ ഫുള്ള് മഞ്ഞ് മയം. വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നത്. കാരണം അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഉള്ളൊരു പറഞ്ഞു അങ്ങോട്ട് റോഡില്ല. പക്ഷെ വന്നപ്പോ കോടയില്ലായിരുന്നു, പോണ വഴി നല്ല കോട. Head northwest toward Pillar Rocks Road, then turn right onto Golf Link. സൂയിസൈഡ് പോയിന്റിൽ പോയിട്ട് വന്നപ്പോൾ ക്ലിപ്പ് വാങ്ങിച്ചു. കൊള്ളാമോ? ഓക്കെ, Head south. ഇവിടെയും കോട. ഇതാണ് കോക്കസ് വാക്കോ, കോക്കറി വാക്ക് എന്തോ. ഇവിടെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഒരു തവണ. അടിപൊളിയാണ്. ആ സമയത്ത് നല്ല വെയിലായിരുന്നു. ഇത്തവണ നല്ല നല്ല കോട. വായിക്കൂടെയൊക്കെ ഇത് പോകണുണ്ട്, ഫോഗ്. പിന്നെ ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തവണ വരുമ്പോൾ നല്ല കോടയുണ്ടെങ്കിൽ ജിനുമായിട്ട് വരാം. ഇത്തവണ നടന്നിരിക്കുന്നു മാനിഫെസ്റ്റേഷൻ. അല്ല ജിനെ, നീ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണം വിചാരിച്ചിട്ടുണ്ട്. ദുബായ് പോയില്ലല്ലോ ഇനി. ശരി, ഇത്തവണ കടകളൊക്കെ കുറവ്, പ്രത്യേകിച്ച് ഫുഡുള്ള സ്റ്റോളും ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെ ഉള്ള അത് മാത്രമുണ്ട്. മുമ്പ് വന്ന സമയത്ത്, അതായത് ഈ കോട കാണുന്നതിൻ്റെ അവിടെ അത്രയും വീടായിരുന്നു. വീടാണ്. നമ്മളിപ്പോ കോക്കർ വാൾക്ക് കഴിഞ്ഞ് ഇറങ്ങി ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി പോകണം. യെസ്, മുടിയൊക്കെ ഒരു പരുവായി. സോ ഇനി നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഐഷു മാഗി ആയിരിക്കും. ഗൈസ്, നമ്മൾ നല്ല പഴുത്ത് ഉപ്പ് മുളകൊക്കെ ഇട്ട മാങ്ങ. എങ്ങനെയുണ്ട് ഐഷു? നല്ല ടേസ്റ്റാണ്. സൂപ്പർ. ഗൈസ്, നമ്മളപ്പോൾ ഇപ്പോഴും കൊടൈക്കനാലാണ്. നല്ല അടിപൊളി മെൽറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. മെൽറ്റീസ് എന്നാണ് ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ നോക്കി പോയി വാങ്ങിച്ച മെൽറ്റീസ് എന്നാണ് പേര്. ഇതുകൊണ്ട് 2-3 നല്ല ചോക്ലേറ്റ് കടകളുണ്ട്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ്. ഞാൻ ഇതുവരെയും കൊടൈക്കനാൽ ഇത്ര നല്ല ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് വീട്ടിലത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആ കടയിൽ കയറുമ്പോൾ തന്നെ വേണം. സാധാരണ ഒരു ലോക്കൽ ചോക്ലേറ്റ് ആയിരിക്കും. വെച്ചിട്ടാ ഞാനും വാങ്ങിച്ചു. മെൽറ്റീസ് എന്ന് പറഞ്ഞിട്ട് കൊടൈക്കനാലിൽ തന്നെ ഇതെല്ലാം 150 ഗ്രാംസ് ആണ് വരുന്നത്. ഹാർട്ട് നല്ല ടേസ്റ്റ് അല്ലേ? അതാ കടയിൽ കയറുമ്പോഴും ഉണ്ട് മണം. ഒക്കെ സെർച്ച് ചെയ്ത് പോയതാണ് കടകൾ. അപ്പം ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റോട് കൂടി കൊടൈക്കനാലിലെ ഫുഡ് എന്തോന്നു ഫുഡിൻ്റെ സംഭവങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ കൊടൈക്കനാൽ നല്ലതുപോലെ അല്ലേ, നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. ഫുഡായാലും ഇതുപോലെ ക്ലൈമറ്റ് ആയാലും എല്ലാം നമുക്ക് ഒന്നും കുറവില്ലാതെ നല്ല രീതിയിൽ നമ്മൾ യാത്ര. ഇനി വീടെത്തണം. ഇനി കൊടൈക്കനാൽ ചുരം ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. നമ്മൾ തിരിച്ചു. ഇപ്പം ഇനി കൊടൈക്കനാലിനോട് ബൈ 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 കൊടൈക്കനാൽ.